ഹലോ കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വൈൽ browsing through the catalog of wooden shelves, Karthik came across this beautiful triangular shaped shelf. In the shelf, DE is parallel to the base BC, could be used for displaying small plants and showpieces. 4 questions ഉണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യന് ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. എക്സാമിന് ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ രണ്ടും സോൾവ് ചെയ്യാം. ഇത് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. DE is parallel to the base BC എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Find the relation between the sides AD, DB, AE and EC. Also mention the theorem used. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ദ സൈഡ്സ് AD, DB, AE and EC. Since DE is parallel to BC by basic proportionality theorem, AD by DB equals to AE by EC. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ദ സൈഡ്സ് AD, DB, AE and EC. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. With measurement AE equals to 1.8 cm, BD equals to 7.2 cm and CE equals to 5.4 cm, Karthik thought of finding the length of side AD from the given figure of shelf. How he will find the length? DEയും BCയും പാരലൽ ആണല്ലോ. അപ്പോൾ നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്ത് തന്നെ ഇതും സോൾവ് ചെയ്യാം. സിൻസ് DE is parallel to BC, given values എല്ലാം ഇങ്ങോട്ട് എഴുതാം. AE equals to 1.8 cm, BD equals to 7.2 cm, CE equals to 5.4 cm. ഇനി സൈഡുകളുടെ റിലേഷൻ എഴുതാം. ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം AD by DB equals to AE by EC. ഗിവൺ വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് AD ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ബാക്കി നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AD by DB 7.2 cm equals to AE 1.8 cm, CE 5.4 cm. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. AD equals to 1.8 into 7.2 by 5.4 equals to, ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 18 into 72 by 54. 72-ൽ 9 8 times, 54-ൽ 9 6 times, 18-ൽ 6 3 times, 6-ൽ 6 1 time. 3 8s are 24. ഒരു ഡെസിമൽ പ്ലേസ് കൊടുക്കണം. 2.4 cm. So AD equals to 2.4 cm. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the value of x if AD equals to x plus 3, BD equals to 3x plus 19, AE equals to x cm, EC equals to 3x plus 4 cm. ഇത് നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ AD equals to x plus 3 cm, BD equals to 3x plus 19 cm, AE equals to x cm, EC equals to 3x plus 4 cm. Since DE is parallel to BC, AD by DB equals to AE by EC by basic proportionality theorem. Given values എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AD is x plus 3 by DB is 3x plus 19 equals to x by 3x plus 4. Cross multiplication ചെയ്യാം. x plus 3 into 3x plus 4 equals to x into 3x plus 19. Brackets open ചെയ്യാം. x into 3x is 3x square plus x into 4 is 4x plus 3 into 3x is 9x plus 3 into 4 is 12 equals to x into 3x is 3x square plus x into 19 is 19x. LHSലും RHSലും 3x square ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. 4x plus 9x is 13x plus 12 equals to 19x. 13x minus 19x equals to negative 12. 13x minus 19x equals to negative 6x equals to negative 12. X equals to
-12/-6. നെഗറ്റീവും ക്യാൻസലാവും. 12ൽ 6 2 ടൈംസ്, 6ൽ 6 1 ടൈം. എക്സ് ഈക്വൽസ് ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എക്സിൻ്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് ഈക്വൽസ് ടു 2. ഇനി ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് നോക്കാം. ഇഫ് എ ബി ഈക്വൽസ് ടു 9 സെൻറ്റിമീറ്റർ, എ സി ഈക്വൽസ് ടു 18 സെൻറ്റിമീറ്റർ, എ ഡി ഈക്വൽസ് ടു 2 സെൻറ്റിമീറ്റർ ആൻഡ് എ ഇ ഈക്വൽസ് ടു 4 സെൻറ്റിമീറ്റർ, ദെൻ പ്രൂവ് ദാറ്റ് ഡി ഇ ഈസ് പാരലൽ ടു ബി സി. ഇവിടെ തന്നിട്ടുള്ള സൈഡുകളുടെ ഒക്കെ പ്രൊപ്പോർഷൻ ശരിയാണെങ്കിൽ ഡി ഇ പാരലൽ ടു ബി സി ആയിരിക്കും. അത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഗിവൺ എ ബി ഈക്വൽസ് ടു 9 സെൻറ്റിമീറ്റർ, എ സി ഈക്വൽസ് ടു 18 സെൻറ്റിമീറ്റർ, എ ഡി ഈക്വൽസ് ടു 2 സെൻറ്റിമീറ്റർ, എ ഇ ഈക്വൽസ് ടു 4 സെൻറ്റിമീറ്റർ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്തിട്ട് ഡി ഇ ഈസ് പാരലൽ ടു ബി സി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഡി ബിയുടെ മെഷർമെൻറ്റും ഇ സിയുടെ മെഷർമെൻറ്റും ആവശ്യമുണ്ട്. അത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ബിയും എ ഡിയും നമ്മുടെ കയ്യിലുണ്ട്. എ ബിയിൽ നിന്ന് എ ഡി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബി കിട്ടും. ഡി ബി ഈക്വൽസ് ടു എ ബി മൈനസ് എ ഡി ഈസ് 9 മൈനസ് 2 ഈക്വൽസ് ടു 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇ സി വേണമല്ലോ. ഇ സി ഈക്വൽസ് ടു എ സി മൈനസ് എ ഇ. എ സി ഈസ് 18 സെൻറ്റിമീറ്റർ മൈനസ് എ ഇ ഈസ് 4 സെൻറ്റിമീറ്റർ. 18 മൈനസ് 4 ഈസ് 14 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമുക്ക് ഡി ബിയും ഇ സിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ ഇത് പാരലൽ ആണെന്ന് പറയാം. അതിനായിട്ട് എ ഡി ബൈ ഡി ബി നോക്കാം. ഈക്വൽസ് ടു എ ഡി ഈസ് 2 സെൻറ്റിമീറ്റർ ബൈ ഡി ബി ഈസ് 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എ ഇ ബൈ ഇ സി നോക്കാം. എ ഇ ബൈ ഇ സി ഈക്വൽസ് ടു എ ഇ 4 സെൻറ്റിമീറ്റർ ആൻഡ് ഇ സി ഈസ് 14 സെൻറ്റിമീറ്റർ. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 14ൽ 2 7 ടൈംസ്, 2/7 എന്ന് കിട്ടി. അപ്പോൾ എ ഡി ബൈ ഡി ബിയും എ ഇ ബൈ ഇ സിയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും 2/7 ആണ്. ദെയർഫോർ എ ഡി ബൈ ഡി ബി ഈക്വൽസ് ടു എ ഇ ബൈ ഇ സി ബൈ കൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലായല്ലോ. PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു. ബൈ ബൈ.